ആദ്യം നമുക്ക് ഷെയർ ചെയ്യാനുള്ളത് IRB ഇൻഫ്രയുമായി ബന്ധപ്പെട്ടുള്ളൊരു ന്യൂസാണ്. ഏതായാലും നമുക്കിതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് പുതിയ ഓർഡർ നേടിയ വാർത്തകളുണ്ടായിരുന്നു. ഏകദേശം 9,270 കോടിയുടെ ഓർഡറാണ് ലഭിച്ചതായിട്ട് അറിയാൻ സാധിക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്നാണ് ഈ ഒരു ഓർഡർ ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല റവന്യൂ നമ്മൾ നോക്കുമ്പോൾ കമ്പനിയുടെ ഒരു ടോൾ കളക്ഷനിൽ നിന്നുള്ളൊക്കെ റവന്യൂവിൽ വലിയ ഗ്രോത്താണ് ഇപ്പോൾ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ഗ്രോത്ത് ഉണ്ടായത് തന്നെ ഈ ഒരു ഓർഡറിന് ശേഷമുള്ളൊരു കണക്കെടുക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ ഒരു ഗ്രോത്ത് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു ടോൾ കളക്ഷനിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റഡി ആയിട്ടുള്ളൊരു റവന്യൂ ഗ്രോത്ത് തന്നെയാണ് കമ്പനി രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്നുള്ള ലഭിച്ചിരിക്കുന്ന ആ ഒരു ഓർഡർ എന്ന് പറയുന്നത് ഏകദേശം 20 വർഷം നീണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കമ്പനിയുടെ സിഇഒയുടെ ഭാഗത്ത് നിന്നൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് കൗണ്ടർ കൂടി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കമ്പനി എടുത്തു പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കമ്പനിയുടെ ഒരു അസറ്റ് ബേസ് നോക്കുമ്പോൾ ഏകദേശം 1 ലക്ഷം കോടി എന്ന രീതിയിലേക്കുള്ള ഒരു മാർക്കിലേക്ക് കമ്പനിക്ക് എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. സ്ട്രെങ്തനിങ് ആ പൊസിഷൻ നോക്കുമ്പോൾ വളരെ സ്ട്രെങ്തനിങ് ആയിട്ടുള്ളൊരു പൊസിഷനിലാണ് ഇപ്പോൾ കമ്പനി നിലനിൽക്കുന്നത്. അതായത് ഇന്ത്യയിലെ തന്നെ വളരെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു റോഡ് ആൻഡ് ഹൈവേ ഡെവലപ്പേഴ്സ് എന്ന നിലയിൽ കമ്പനിക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതൊരു വിലയിരുത്തലാണ് ഇപ്പോൾ മാനേജ്മെൻറ്റിനുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കമ്പനിയുടെ എടുത്തു പറയേണ്ടത് കമ്പനിയുടെ ഒരു എക്സ്പാൻഷൻ, അതായത് റവന്യൂവിൽ വലിയ രീതിയിലുള്ള ഒരു എക്സ്പാൻഷൻ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ടോൾ റവന്യൂ പോർട്ട്ഫോളിയോയിൽ നിന്നാണ് മാനേജ്മെൻറ്റിൻ്റെ ഒരു അഭിപ്രായമായിട്ട് വന്നിരിക്കുന്നത്. അവരൊരു എക്സ്പെക്റ്റേഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ടോൾ റവന്യൂ എന്നുള്ള ഒരു അഡീഷണൽ അല്ലെങ്കിൽ ഇനി നേടാൻ സാധ്യതയുള്ള ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് 8 മുതൽ 10% വരെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് ഈ മാനേജ്മെൻറ്റിൻ്റെ ഒരു കമൻറ്ററിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ എടുത്തു പറയേണ്ടത് കമ്പനിയുടെ ഒരു പൈപ്പ് ലൈൻ, ഒരു ഓർഡർ പൈപ്പ് ലൈൻ നോക്കുമ്പോഴും വളരെ വലിയൊരു ഓർഡർ പൈപ്പ് ലൈനാണ് കമ്പനിക്കുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 55,000 കോടിയുടെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ബിൽഡ് ടു ഓപ്പറേറ്റ്, അതായത് BOTയിൽ കമ്പനി രേഖപ്പെടുത്താൻ സാധ്യത എന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയാണ് ഇപ്പോൾ ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.